രഞ്ജിത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുക. രഞ്ജിത്തിനെതിരായിട്ട് ഇങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രഞ്ജിത്ത് അന്ന് അറസ്റ്റ് ചെയ്യപ്പെടാതെ സംരക്ഷിക്കപ്പെട്ടു. അങ്ങനെ സംരക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം. രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് ഗവൺമെൻറ്റിൽ നല്ല സ്വാധീനമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നപ്പോൾ രഞ്ജിത്ത് അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്. രഞ്ജിത്തിനെക്കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നു, പാർട്ടിക്കകത്തുണ്ടായിരുന്നു. കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയാക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടന്നിട്ടില്ല അവിടുത്തെ പാർട്ടിയുടെ എതിർപ്പിൻ്റെ ഫലമായിട്ട്. എന്നാൽ പിന്നീടാണ് അതിന് പ്രതിഫലമായിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കിയത്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടിയുടെ ആളുകളുണ്ട്. അവരെല്ലാം ഇതിനെ എതിർത്തിരുന്നു. അവർ പറഞ്ഞു ഇതരുത്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരായിരുന്നു പാർട്ടിയുമായി ബന്ധപ്പെട്ട സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അവർ പറഞ്ഞു ചെയ്യരുത്. പക്ഷെ അതൊന്നും വകവെച്ചില്ല. ഇദ്ദേഹത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി. ആരായിരുന്നു അതിൻ്റെ പിന്നിൽ? ഞാനിതിപ്പോൾ പറയുന്നത് തളിപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് ഇതിനെന്താ ബന്ധം എന്നുള്ളതായിരിക്കും. തളിപ്പറമ്പിലെ തെരഞ്ഞെടുപ്പായിട്ടുള്ള ബന്ധം ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നതാണ്. അതിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഇതിന് അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് ഇയാളെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ മേലെ ആരാ നിർബന്ധം ചെലുത്തിയത്? അദ്ദേഹത്തിന് ആരാ പ്രേരിപ്പിച്ചത്? അത് പ്രേരിപ്പിച്ച പിന്നിൽ ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ അയാളെ കണ്ടെത്താൻ പറ്റും. അത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അത്തരക്കാരൊക്കെ സംരക്ഷിക്കപ്പെടുക. ഇപ്പം രഞ്ജിത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ പോലീസ് സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന പോലീസല്ല, പിണറായി നിയന്ത്രിക്കുന്ന പോലീസല്ല. ഇപ്പോഴത്തെ പോലീസ് ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുന്ന പോലീസാണ്. ആ പോലീസിന് ഇന്ന് നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ കിട്ടിയ അവസരമാണ്. ആ അവസരം ഉപയോഗിച്ചിട്ടാണ് രഞ്ജിത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ കാര്യത്തിലും ഈ രഞ്ജിത്തിനെ പോലുള്ള പീഡനവീരന്മാർ സംരക്ഷിക്കപ്പെട്ടു. ഇരകൾ അവർ വളരെയേറെ വേദനിക്കപ്പെട്ടു. ആരുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത്? ഇരകളുടെ പക്ഷത്താണോ? അല്ല ഈ ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെ പക്ഷത്താണോ? ഇവിടെ നിന്നത് പീഡനക്കാരുടെ പക്ഷത്താണ്. അതിന് അത്തരത്തിൽ സംരക്ഷണം ഒരുക്കിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ എവിടെയാണ്, ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. അവരാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഇദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഇരകളുടെ പക്ഷത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, അതിൽ വളരെയേറെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇരകളെയാണ് വിമർശിച്ചത്. അതുകൊണ്ട് അതിന് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംരക്ഷണം ഒരുക്കുന്നൊരു കേന്ദ്രമായി നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും മാറിക്കൂടാ. അവരാണിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രഞ്ജിത്തിനെ പോലുള്ള ആളുകൾ സംരക്ഷിക്കപ്പെടുന്നത്.